പലപ്പോഴും പേഷ്യൻസ് പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ഞാൻ IVF ചെയ്തു, എനിക്ക് നല്ല എംബ്രിയോസ് കിട്ടി, പക്ഷേ എനിക്കതൊരു പ്രഗ്നൻസി ആവുന്നില്ല, അപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം IVF നിങ്ങൾ ചെയ്തു, പക്ഷേ എംബ്രിയോസ് നല്ലതായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ആവരണം നല്ലതായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ആവരണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ആവരണം ചിലപ്പോൾ നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കാത്തത്. ഇനി യൂട്രസിൻ്റെ ആവരണവും എംബ്രിയോസും നല്ലതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എംബ്രിയോസിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എംബ്രിയോ ബയോപ്സി എടുക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എംബ്രിയോ ബയോപ്സി ചെയ്ത് നോക്കിയതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് യൂട്രസിൻ്റെ ആവരണത്തിനെക്കുറിച്ചും കുറച്ചുകൂടെ പഠനങ്ങൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കേസുകളിൽ നല്ലതായിരിക്കും. എംബ്രിയോസ് നല്ലതായിരുന്നെങ്കിൽ കൂടിയും ചിലപ്പോൾ ഒരുപക്ഷെ ആവരണത്തിൻ്റെ ബ്ലഡ് ഫ്ലോ ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ, നല്ല എംബ്രിയോ ലഭിച്ച കേസുകളിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എംബ്രിയോസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നിങ്ങളെ സഹായിക്കും. ആവരണത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നിങ്ങളെ സഹായിക്കും. ഈ എംബ്രിയോ ബയോപ്സി അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ബ്ലഡ് ഫ്ലോയെക്കുറിച്ച് പഠിക്കുന്നത്, എൻഡോമെട്രിയൽ തിക്നെസ്സിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കുന്നതൊക്കെ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കും. താങ്ക് യു.